ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയും കരുണയാണെങ്കിൽ പ്ലാൻ ചെയ്ത പോലെ തന്നെ കണ്ണനാണെങ്കിൽ ആശുപത്രിയിലോട്ട് എത്തിയൊരവസ്ഥയിൽ തന്നെയാണ്. നമ്മുടെ കണ്ണനാണെങ്കിൽ ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു. ആ സമയത്താണ് ദുർഗ അങ്ങോട്ട് എത്തുകയും കണ്ണനെ രക്ഷിക്കുകയും ചെയ്യുന്നത് തന്നെ. ആ സമയത്ത് ദുർഗയ്ക്കാണെങ്കിൽ കണ്ണനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ ദുർഗയാണെങ്കിൽ കണ്ണനെ ആശുപത്രിയിൽ എത്തിക്കാൻ നേരത്തെ തന്നെ ഉണ്ണിയോട് സഹായം ചോദിക്കുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ പെട്ടെന്ന് എന്തിനാ അമ്മയെ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അകത്തു നിന്നാണെങ്കിൽ. എന്നിട്ടും 1-2 മണിക്കൂറായിട്ടും ഉണ്ണിയാണെങ്കിൽ കതക് തുറക്കുന്നേ ഇല്ല. ഏകദേശം കണ്ണനാണെങ്കിൽ മരണക്കിടക്കയിൽ എത്താനുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ണിയാണെങ്കിൽ തുറന്നിട്ട് വന്നത് തന്നെ. കാരണം ദുർഗയ്ക്കൊരു സംശയം വേണ്ട, എന്തായാലും ഞാനാണിത് ചെയ്തെന്നുള്ള കാര്യം അമ്മ സംശയിച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കയറി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് വലിയ നഷ്ടമായിരിക്കും. എന്തായാലും കതക് തുറന്ന് കണ്ണനെ ആശുപത്രിയിൽ എത്തിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഉണ്ണിയാണെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ദുർഗയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നമ്മുടെ ഉണ്ണിയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിൻ്റെ ഏട്ടനെ ആശുപത്രിയിൽ എത്തിക്കണം, അവൻ്റെ ജീവൻ ആപത്താണ്, അവന് ശ്വാസം കിട്ടാതെയാണ് ഇരിക്കുന്നത്, അവൻ്റെ ഉള്ളിൽ മാരകമായ എന്തോ വിഷം ചെന്ന് ചേർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവന് ശ്വാസം കിട്ടാത്തത്, എത്രയും പെട്ടെന്ന് അവൻ ആശുപത്രിയിൽ എത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ദുർഗയാണെങ്കിൽ. അതിനുശേഷം കരുണ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ ഇത്ര ആവലാതിയും വേവലാതിയും ഒക്കെ നിൽക്കുന്നത്, എന്തിനാണ് കണ്ണേട്ടനെ ഇതിനു മാത്രം സ്നേഹിക്കുന്നത്, അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുമ്പ്, ഇപ്പം എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കരുണയാണെങ്കിൽ. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, എനിക്ക് എല്ലാ മക്കളും ഒരുപോലെ തന്നെയായിരുന്നു, ചില കാരണങ്ങൾ കൊണ്ടാണ് കണ്ണനെ എനിക്ക് ഇഷ്ടമില്ലാതായിപ്പോയത്, അതിൽ ഞാനിപ്പോൾ ഒരുപാട് ഖേദിക്കുന്നുണ്ട്, എന്തായാലും കണ്ണനെ ആശുപത്രിയിൽ എത്തിച്ചാൽ മതിയാവും, ഇതൊന്നും സംസാരിക്കേണ്ട സമയം ഇപ്പോഴല്ല, നിങ്ങൾ എന്തിനാണ് ഓരോ കാര്യം പറഞ്ഞ് ഇങ്ങനെ സമയം പോക്കുന്നത്, കണ്ണനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദുർഗയാണെങ്കിൽ. അങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ണനെ ആശുപത്രിയിൽ എത്തിക്കേണ്ട രീതിയിലൊക്കെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ദുർഗയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെയാണ് നമ്മുടെ കണ്ണനെ ആശുപത്രിയിലോട്ട് നമ്മുടെ ഉണ്ണി കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ആ സമയത്ത് സിദ്ധിയായ അമ്മ മാർക്കോയെ വിളിച്ച് വരുത്തുന്നുണ്ട്. കണ്ണനൊരു അപകടം പറ്റിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാവും, അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോയേ മതിയോ എന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ഡോറ് തുറന്ന് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ചാടി വീഴുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, എന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്ക് ഉണ്ണി എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ജീവന് വേണ്ടി പൊളയുന്ന കണ്ണനെയാണ് മാർക്കോ കാണുന്നത് തന്നെ. മാർക്കോയെ കണ്ട ഉടൻ തന്നെ ഇയാളിപ്പോൾ ഈ രാത്രിയിൽ എവിടെ നിന്നാണ് വന്നത്, ഇയാൾ വന്ന ഉടൻ തന്നെ ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ കണ്ണനെ വലിച്ചു കയറ്റി ഉണ്ണിയാണെങ്കിൽ നമ്മുടെ കാറിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കാറിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ അവിടെ നിൽക്ക് എന്ന രീതിയിലൊക്കെ മാർക്കോ സംസാരിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, എന്തായാലും ഇപ്പോൾ കണ്ണൻ സാറിനെ രക്ഷിക്കലാണ് എനിക്കകത്ത് വേണ്ടത്, നീ ആ കാറിൻ്റെ ചാവി ഇങ്ങെടുത്ത് ഞാൻ കൊണ്ടുപോയിക്കോളാം കണ്ണൻ സാറിനെ, ഞാൻ പറയുന്ന സ്ഥലത്ത് സമയത്ത് നീ എത്തിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൻ സാറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് മാർക്കോ ആണെങ്കിൽ. അതിനുശേഷം ഉണ്ണിയോട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ വന്നിട്ട് ബാക്കി പറഞ്ഞു തരാം, എന്നതിന് ശേഷം നീ ഇവിടെ ജീവിക്കണോ വേണ്ടത് ഞാൻ തീരുമാനിക്കും, കുറേ കാലമായി നിന്നെയൊക്കെ വെറുതെ വിടുന്നു, ഇതിൻ്റെ ആവശ്യമില്ല, ബാക്കിയൊക്കെ ഞാൻ ആശുപത്രിയിൽ പോയി വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ ഉണ്ണിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ നമ്മുടെ വേറൊരു ആരുമില്ലാത്തൊരു കോട്ടേഴ്സിലോട്ട് കൊണ്ടുവരുന്നുണ്ട് മാർക്കോ ആണെങ്കിൽ. അങ്ങനെ ലോപ്പസിനെ ഏൽപ്പിക്കുന്നുണ്ട് കണ്ണനെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അങ്ങനെ കണ്ണനെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഉണ്ണിയെ കാണാൻ വേണ്ടി മാർക്കോ വരുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് മാർക്കോ പറയുന്നുണ്ട്, നിന്നെ ഇനി ഒരിക്കലും ഇവിടുന്ന് ജീവനോടെ വിടില്ലെന്ന് നിനക്കറിയാം, എന്നിട്ടും നീ എന്തിനാണ് കണ്ണൻ സാറിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞതാണ് കണ്ണൻ സാറിനെ ഒന്നിനുമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ലെന്ന്, പക്ഷെ നീ അത് കേട്ടില്ല, എന്നിട്ടും ഇപ്പോൾ വീണ്ടും കണ്ണൻ സാറിനെ നീ ഉപദ്രവിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ നിന്നോട് 1000 മടങ്ങ് ചോദിച്ചാണ്, സ്വന്തം ചോരയാണ് നിൻ്റെ അച്ഛൻ്റെ അതേ രക്തത്തിൽ പിറന്ന ആൾ തന്നെയാണ് നിൻ്റെ ചേട്ടൻ, അമ്മ മാത്രമേ മാറുന്നുള്ളൂ, എന്നാലും നിങ്ങൾ ഒരേ രക്തക്കാർ തന്നെയാണ്, അത് നിനക്കെന്താ മനസ്സിലാവാത്ത ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഉണ്ണിയെ അടിച്ചു കൊല്ലുന്ന രീതിയിൽ തന്നെ മാർക്കോ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ലോപ്പസ് ആശുപത്രിയിൽ എത്തിയിട്ട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നൊക്കെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. ഡോക്ടർ ഒന്നും പറയാൻ കഴിയില്ലെന്നും ഇപ്പോൾ ICUവിലാണെന്നും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മാർക്കോ ആണെങ്കിൽ പറയുന്നുണ്ട്, ആ ഉണ്ണിയുടെ കാര്യത്തിൽ ഇനിയൊരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ, കണ്ണൻ സാറിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, കണ്ണൻ സാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഉണ്ണി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, അവനെ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ കൈ തെരിക്കുന്നുണ്ട്, എൻ്റെ കൈയുടെ തെരിപ്പ് അവൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ എന്നൊക്കെ നമ്മുടെ മാർക്കോ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ദുർഗയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, എന്തായാലും അമ്മ വിഷമിക്കാതിരിക്കുക, ഉണ്ണിയേട്ടൻ എന്തായാലും അവരെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, എന്തായാലും അവർ ജീവനോടെ തന്നെ വരും കണ്ണേട്ടൻ, അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, നീയാണോ കണ്ണന് വിഷം കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയെ അത് ശ്വാസമാണ് കിട്ടാതിരിക്കുന്നത്, അല്ലാതെ വയറിനൊന്നും പ്രശ്നമില്ല കണ്ണേട്ടന്, പിന്നെ എന്തിനാണ് അമ്മ എന്നെ കുറ്റം പറയുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ദുർഗയ്ക്കാണെങ്കിൽ എന്തോ ഒരു മനസ്സിലിങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ചിലപ്പം ഉണ്ണിയായിരിക്കുമോ, ഒന്നും അറിയില്ല ഈശ്വര, ഞാൻ എന്തായാലും മാർക്കോയെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കരുണയാണെങ്കിൽ ഒന്ന് പേടിക്കുന്നുണ്ട്, മാർക്കോ എന്തിനാണ് അമ്മ വിളിക്കുന്നത്, കണ്ണേട്ടനെ എന്തായാലും ഉണ്ണിയുടെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് മാർക്കോയെ വിളിച്ച് അന്വേഷിച്ചതൊക്കെ അന്വേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കോയെ
അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഉണ്ണിക്കൊന്നും തന്നെ അറിയില്ല. ഉണ്ണി അവിടെ എത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഉണ്ണിക്ക് ഭയങ്കര പകയാണ് നമ്മുടെ കണ്ണനോടായിട്ടാണെങ്കിൽ. കണ്ണനാണെങ്കിൽ ഇപ്പോൾ ഒരു പാവമാണ്. അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അമ്മയെപ്പോലെ തന്നെയാണ് കാണുന്നത്. എനിക്ക് അവൻ എൻ്റെ മകൻ തന്നെയായിരുന്നു ഇതിനു മുമ്പും. പക്ഷേങ്കിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് എൻ്റെ മനസ്സിൽ കുത്തിയേറിയ വിഷം നടക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ വെറുക്കാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മാർക്കോയെ വിളിച്ച് ദുർഗയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കണ്ണൻ സാറിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്നും ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതിനുശേഷം ദുർഗയോട് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇളയ മകനെ ഇനി അന്വേഷിക്കേണ്ട, അവൻ്റെ ഭാര്യയോട് വീട്ടിൽ പോകാൻ പറഞ്ഞേക്ക്. എന്തായാലും അവൻ ഇനി അങ്ങോട്ടേക്കില്ല. അവനൊരു കുഞ്ഞ് പെറുക്കാൻ പോവുകയാണെന്നല്ലേ പറഞ്ഞത്. ആ കുഞ്ഞിനെന്തായാലും അവനെ കാണാനുള്ള യോഗമില്ല. കണ്ണൻ സാറിനെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് അവനെ അങ്ങോട്ടേക്ക് എന്തായാലും വിടുന്ന പ്രശ്നമില്ല. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഭയങ്കര നരകിക്കുകയാണ് നമ്മുടെ മാർക്കോ എടുത്തിരുന്നിട്ടാണെങ്കിൽ. കാരണം നമ്മുടെ കണ്ണറിന് എല്ലാ വേദനകളും ചേർത്ത് നമ്മുടെ മാർക്കോ ആണെങ്കിൽ ഉണ്ണിക്ക് നൽകുന്നുണ്ട്.